ഹലോ, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജസീറാസ് ജേണി. അപ്പോൾ ഇത് നമ്മളുടെ ഡേ 2 ഓഫ് കൊടൈക്കനാൽ വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു 7 മണിയാകുമ്പോൾ എണിച്ചു, 6:45 7 മണിയാകുമ്പോൾ എണിച്ചു. അപ്പോഴത്തെ ഒരു വ്യൂ ആണ്. അപ്പോൾ കോടയൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ബാൽക്കണിയിൽ തന്നെ ഇങ്ങനെ ദൂരദേശത്തേക്ക് നോക്കി നിന്നു, വിദൂരത്തേക്ക് നോക്കി നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നെയ്ഹാനെയൊക്കെ എണിപ്പിച്ച് വിട്ടിട്ട് നെയ്ഹാനെ നല്ല ചൂടുവെള്ളത്തിലൊക്കെ കുളിപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. എന്നിട്ട് ഫോൺ വെച്ച് കൊടുത്തിട്ട് ഞാൻ പോയി കുളിച്ച് വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഇനി റെഡിയാവാൻ പോവാണ്. കുറച്ച് അല്ലറ ചില്ലറ മേക്കപ്പ്, വെറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫേസ് ഭയങ്കര ഡ്രൈ ആയി അവിടെ പോയിച്ച്. എൻ്റെ ചുണ്ടിൻ്റെ മേലൊക്കെ എനിക്കത് ഫീലാവാൻ തുടങ്ങി. സോ നല്ലോണം മോയ്സ്ചറൈസർ അങ്ങ് അപ്ലൈ ചെയ്തിട്ട് നല്ലോണം സൺസ്ക്രീനും അങ്ങ് അപ്ലൈ ചെയ്തു. പിന്നെന്താ, ഇത് 2 ദിവസം കഴിഞ്ഞത്, ഈ വ്ളോഗ് 2 ദിവസം വൈകിയതെന്ന് വെച്ചാൽ കുറച്ച് വയ്യായിരുന്നു. ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണവും അതിൻ്റെ ക്ഷീണമൊക്കെ ആയിട്ട് നല്ല വയ്യായിരുന്നു. അതുകൊണ്ടാണ് 2 ദിവസം വൈകിയത്, ആരും ഒന്നും വിചാരിക്കരുത്. സോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നെയ്ഹാനെ കണ്ട ഞാനവിടെ ചോക്ലേറ്റ് വാങ്ങിയതും കൊടുത്ത് ഫോൺ വെച്ച് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ 2 പേര് ഫുഡൊക്കെ കഴിച്ചു. അതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കുകയാണ്. ഇനി വന്ന് കുളിച്ച് റെഡി ആവണം മുക്കാക്കും. അപ്പോൾ നമ്മൾ 2 പേരും കഴിച്ചു കഴിഞ്ഞു. നമ്മൾ 2 ദിവസത്തെ ട്രിപ്പിൽ നമ്മൾ ഫാമിലി ആയിട്ടില്ല വന്നത്. അപ്പോൾ 5 നേരവും അതിലത്തെ 5 നേരവും നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഫുഡാണ് കഴിച്ചത്. കാരണം വെച്ചാൽ നമ്മളുടെ ഈ വില്ലയിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്, പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയത്. പിന്നെ ഇന്ന് രാത്രി, അതായത് ഈ ദിവസം നമ്മൾ ലാസ്റ്റ് മാത്രം നമ്മൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ എടുക്കാനുള്ളതൊക്കെ എടുത്ത് എല്ലാവരും ബസ്സിൽ കയറി, കാറിൽ കയറുന്നവരൊക്കെ കാറിൽ കയറി നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണ്. നമ്മളൊരു 30-35 കിലോമീറ്റർ കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ഇത് പൂമ്പാറയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സ്പോട്ടാണ്. പൂമ്പാറയിലെ ഒരു വില്ലേജ് മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫാമിലി ആയിട്ടല്ലേ പോകുന്നത്. അതൊക്കെ കപ്പിൾസായിട്ടും ഫ്രണ്ട്സായിട്ട് പോകുന്നവർക്കൊക്കെ അവിടെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ പോയിക്കുന്നത് മന്നവന്നൂർ ഷീപ്പ് ഫാമിലേക്കാണ്. സോ അതൊരു കുന്ന് കയറി അവിടുത്തെ വ്യൂ കാണാനാണ്. അവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ. ഇതാണ് അവിടുത്തെ വ്യൂ. ആ വ്യൂ ഒക്കെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് നോക്കിയിട്ട് ഞാൻ അവിടെ ഷീപ്പ് ഫാമുണ്ട്, ചെമ്മരിയാട് ഫാം. പിന്നെ അത് കഴിഞ്ഞിട്ട് റാബിറ്റ് ഫാമുണ്ട്. കുറേ സ്പീഷീസ് ഓഫ് റാബിറ്റ് ഉണ്ടായിരുന്നു അവിടെ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഓരോന്നിനെ കാണാനായിട്ട്. പിന്നെ അത്ര ഉണ്ടായിരുന്നുള്ളൂ അവിടെ കാണാനായിട്ട്. പിന്നെന്താ, ഹോഴ്സ് റൈഡിങ്, അത്രേ ഉള്ളൂ. പിന്നെ അവിടുത്തെ ആ വ്യൂ നോക്കിയിട്ട് ആ കാറ്റും കൊണ്ട് ഇങ്ങനെ നിൽക്കുക, അതൊരു പ്രത്യേക സുഖമല്ലേ. അപ്പം അത് നോക്കിയിട്ട് നിന്നു അവിടെ. പിന്നെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. നെയ്ഹാൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ ഒരേ കളിയായിരുന്നു, ഓടിച്ചാടി കളിക്കുക. എന്താ ഷീപ്പ് ഇത് ബാബ വൈറ്റ് ഷീപ്പ്.
അതൊക്കെ കയറി കറങ്ങിയതിന് ശേഷമാണ് കാറിലുള്ളവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നെയ്ഹാക്ക് ഒരേ ആഗ്രഹം, കുതിരയിൽ പോകണം ഹോഴ്സിൽ പോകണം എന്ന്. പിന്നെ നെയ്ഹ അത്താൻകൂട്ടി പോയി, പിന്നെ ഞാൻ പോയി, ജസ്റ്റ് മിസ്സിൽ തിരിച്ചു വന്നു. ഇപ്പം വേണ്ടിയിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി അവിടെ കുറേ നേരം സംസാരിച്ചിട്ടിരുന്നു. എല്ലാവരും അവിടെ ഇതിൽ പോയിട്ടുണ്ടായിരുന്നു, ഹോഴ്സ് റൈഡിങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ വീട്ടുകാർ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രസവും ചോറും പിന്നെ പൊട്ടറ്റവും. സോ അതൊക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് കഴിച്ചിട്ട് പിന്നെ ഞാൻ തിരിച്ച് വരുമ്പോൾ കാറിലാണ് വന്നു കേട്ടോ. ബസ്സിൽ ഇനി മതി, കാറിൽ ഇനി പോകാൻ പറഞ്ഞിട്ട് ബസ്സിൽ വന്നു. ഈ റൂട്ടൊക്കെ അല്ലേ ബസ്സിൽ പോണതിനും ഇവിടെ കാറിൽ പോണതിന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ വിൻഡോസൊക്കെ തുറന്നിട്ടിട്ട് ഈ രണ്ട് സൈഡിൽ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് രസിച്ചിട്ട് വരാൻ, പൈൻ ഫോറസ്റ്റ് കാടുകളും പിന്നെ യൂക്കാലിപ്സിൻ്റെ കാടുകളൊക്കെ കണ്ട് രസിച്ചിട്ട് വരാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു 1.5 മണിക്കൂർ യാത്രയല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട്. പക്ഷേ ഞങ്ങൾ കാറിൽ 1 മണിക്കൂറിലെത്തിയിട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു വടയും ചായയൊക്കെ കുടിച്ച് ലേക്കിൻ്റെ സൈഡിലേക്ക് നമ്മൾ പോയി. പിന്നെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് നേരെ ബോട്ടിങ്ങിന് പോവാണ്. ബസ്സിൽ വന്നവർ അപ്പുറത്തെ സൈഡ് വിട്ടു, നമ്മൾ ഇപ്പുറത്തെ സൈഡും വിട്ടു. അവർ അവിടെ സൈക്ലിങ് ചെയ്തു, നമ്മളിവിടെ ബോട്ടിങ് ചെയ്തു. നെയ്ഹാക്കൊക്കെ എന്താണ് ആ പ്രൊട്ടക്ഷൻ്റെ ആ സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അതൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളിങ്ങനെ ബോട്ടിങ്ങാണ്. ഒരു 20-25 മിനിറ്റ് ഫുള്ളായിട്ട് കറക്കും. നമുക്ക് കിട്ടിയ ഗൈഡ് വന്നിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പം നല്ലോണം നമ്മളെ അടുത്തൊക്കെ സംസാരിച്ച് അങ്ങനത്തെ ഒരു ഗൈഡായിരുന്നു. പിന്നെ നമ്മൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഈ ഷോപ്പിങ്ങിൻ്റെ തെരുവുകളിലേക്ക് നമ്മൾ പോയി. നമ്മളെന്താ കുറച്ച് ചോക്ലേറ്റ് മാത്രമേ വാങ്ങിച്ചുള്ളൂ, ബാക്കി എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആയിരുന്നു. പിന്നെ ഈ ബലൂണ് പൊട്ടിക്കണത് കണ്ടിട്ട് നെയ്ഹാക്ക് ഒരേ ആഗ്രഹം, ബലൂണ് പൊട്ടിക്കണം. പക്ഷേ പെണ്ണ് ഒറ്റൊന്ന് പോലും പൊട്ടിച്ചില്ല, വെറുതെ എവിടേക്കൊക്കെയോ പോകുന്നുണ്ടായിരുന്നു. അവളുടെ അത്ത പൊട്ടിച്ചത് മാത്രം ഒന്നിനെ അത്ത കൊടുത്തുള്ളൂ, ഒന്നിനെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ സൈഡിലേക്ക് പോയി, അവരെയും കൂട്ടിക്കൊണ്ടുപോയി നമ്മൾ കഴിക്കാനായിട്ട് ഇറങ്ങി. പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി കോയമ്പത്തൂരിലോട്ട് ഇറങ്ങി. പോണ വഴിക്ക് നമ്മൾ സിൽവർ കാസ്കേഡ് ഫോൾസിൻ്റെ അവിടെ കുറച്ച് നേരം നിന്ന് പിന്നെ കാറിൽ കയറി നേരെ കോയമ്പത്തൂരിലോട്ട്. ഇടയ്ക്കിടയ്ക്ക് ചായ സ്പോട്ടിൽ മാത്രം നിർത്തുണ്ടായിരുന്നു, നമ്മൾ കാറിലല്ലേ. അപ്പോൾ നേരെ ഒരു 3-3:30 ആയപ്പോൾ നമ്മൾ വീടെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മൾ 2 ദിവസം കൊടൈക്കനാൽ വ്ലോഗ് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രം ജസീറാസ് ജേർണി. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.